ഒരാഴ്ചയായി നമ്മ വന്നിട്ട് നമുക്കുണ്ടല്ലോ മമ്മിക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണ്ടേ. സത്യം നമുക്ക് മമ്മീനെ മാളിലും അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും മമ്മിക്ക് ഷോപ്പിങ്ങിലെ എല്ലാ സാധനവും മേടിച്ചു കൊടുക്കണേ. മമ്മിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം മേടിച്ചു കൊടുക്കണം. എടാ എന്നാ പറയുമോ നിങ്ങൾ വർത്താനമൊക്കെ പറയുന്നേ? പിന്നെ ഇപ്പൊ വന്നല്ലോ 2 ആഴ്ച. എടാ നമുക്കില്ലേ ഒരു ദിവസം ഒരു സിനിമയ്ക്ക് പോകണം കേട്ടോ. ഇഷ്ടംപടി പടങ്ങൾ റിലീസാകുന്നുണ്ട്. പിന്നെ അച്ചാച്ചനെ അമ്മച്ചിയുടെ അടുത്ത് പോകണം. അവിടെ പോയി 2 ദിവസം നിൽക്കണം. നിങ്ങൾ വരാൻ കാത്തിരിക്കും. അവിടെ പോയി എന്തുവാവേ കേട്ടോ, അവിടെ പോകണം. പിന്നെ അവരെ ഇവരെയൊക്കെ ഒന്ന് കാണണം. കുറച്ച് നിങ്ങൾക്ക് എന്നാ പോകുമ്പോൾ എന്നാ കൊണ്ടുപോകണ്ട, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനുണ്ടോ, മേടിക്കാനുണ്ടോ? എനിക്ക് ബീഫും അങ്ങനത്തെ കുറച്ച് പിക്കിളൊക്കെ വേണം. ആ 2 പേർ കൂടെ ഒന്നിച്ചല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് ഒന്ന് പോരെ അല്ലേ? ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അവനോട് പറയും അവരോട് എങ്ങനെയെങ്കിലും പറയാം. അവര് ആരാടാ വിളിച്ചേ? അത് അച്ചാച്ചനായിരുന്നു. അവിടെ കുറെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഒരാഴ്ച ഒരു സമയം തന്നോളൂ. അതിന് മുമ്പേ ഞങ്ങൾക്ക് പോകണം. അയ്യോ ഒരാഴ്ചയോ ഇനിയുള്ളോ? അതിന് നമ്മുടെ മാനേജറിനോടൊക്കെ പറഞ്ഞല്ലേ ഇങ്ങോട്ട് 1 മാസത്തിന് ലീവ് എന്നൊക്കെ. അല്ല മറ്റേ പറഞ്ഞ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് വരണം. നമുക്ക് ഇനിയും പോകാതെ പറ്റില്ലല്ലോ. അയ്യോ എടാ നമ്മൾ ഒന്നും മേടിച്ചില്ല, ഒന്നും റെഡിയാക്കിയില്ലല്ലോ. എൻ്റെ ദൈവമേ, ഇനിയിപ്പം നമ്മൾ ഇത് മാങ്കോ ഇതെല്ലാം പിക്കിളൊക്കെ ചെയ്യണ ആരുടെയിലൊക്കെ അടുത്ത് മേടിച്ച് കൊടുത്തൊക്കെ കുറേ ദിവസം ആകൂന്നേ. ഇന്ന് തന്നെ നമുക്ക് അച്ചാച്ചനെ അമ്മച്ചീനെ കാണാൻ പോകാം. അവിടെ പോയി 2 ദിവസം നിന്ന്. അതെ ആ ഷോ എന്തൊരു കഷ്ടമാണ് ഇനി എല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന്. ഒന്ന് വിഷമിക്കണ്ട. വീഡിയോ കോൾ എപ്പോഴും വിളിക്കൂല. ഐഫോണേക്ക് വിളിച്ചു മതി. മമ്മി വിഷമിക്കണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് സ്പീഡ് വന്നോളാം. മമ്മി വിഷമിക്കണ്ട, ഞങ്ങൾ കുറച്ച് നാള് ഇനിയുള്ളൂ. പെട്ടെന്ന് നമ്മൾ ചോദിച്ചിട്ട് ലീവൊക്കെ ആക്കുക, അല്ലേ ഞങ്ങൾ ജോലി നിർത്തിയിട്ടാണെങ്കിലും മമ്മീനെ കാണാൻ വരും.